നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ ഷഷ്ടി പൂർത്തി അടുത്ത ആഴ്ചയാണെന്ന് പാർവതി എങ്ങനെ അറിഞ്ഞു? അച്ഛൻ പറഞ്ഞോ? ഹേയ്, അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടുത്തെ എല്ലാവരുടെയും പിറന്നാൾ ദിവസവും വയസ്സും ഞാൻ കൃത്യമായിട്ട് അറിയുന്നതല്ലേ. ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അവരവരുടെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കുന്നതൊക്കെ ഞാനല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ? ഓ, അത് കൊള്ളല്ലോ. ഏതായാലും പാർവതി ഷഷ്ടിപൂർത്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് നന്നായി. ഷഷ്ടിപൂർത്തിയെ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാം, അല്ലേ അച്ഛമ്മേ? അത് വേണ്ട അമ്മേ? ആ പിന്നെ വേണം വേണം. ഗോപിയേട്ടൻ കിടപ്പിലാണെങ്കിലും ഷഷ്ടിപൂർത്തി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കണം. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഗംഭീരായിട്ട് ആഘോഷിക്കണമെന്ന് ദൈവമേം പറഞ്ഞു. പിന്നെ ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വരാന്നും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം മുഴുവൻ ദേവമ്മയ്ക്ക് അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പാർവതി, ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ഗായത്രി ചേച്ചി വരുമെന്ന് നീ പറഞ്ഞില്ലേ? അന്ന് ഗായത്രി ചേച്ചി വന്നില്ല. ഇപ്പതേ ഷഷ്ടിപൂർത്തിക്ക് ചേച്ചി വരുമെന്ന് നീ പറയുന്നു. എന്താ പാർവതി നിന്റെ ഉദ്ദേശം? അമ്മേ, ഓർമ്മ ദിവസം അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു. പക്ഷേ അന്ന് അമ്മയെ പാർവതിക്കല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റിയില്ല. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ ദേവമ്മ വരും, അതെനിക്ക് ഉറപ്പാ. അമ്മ വരട്ടെ. അമ്മയോടൊപ്പം അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഒരു ഉത്സവം പോലെ നമുക്ക് ആഘോഷിക്കണം. നീയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗായത്രി ചേച്ചിയുടെ ആത്മാവും പ്രേതമൊന്നും വരില്ലെന്നും അതൊക്കെ പാർവതിയുടെ വെറും സൃഷ്ടികളാണെന്നും? ഞാനാ പറഞ്ഞതൊക്കെ തെറ്റാണ് സുശീലാന്റി. ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ട്.
എന്തടിസ്ഥാനത്തിലാ നീ പറയുന്നേ? പറ ജാസ്മിൻ, ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്റെ മൊബൈലിലെ ക്യാമറയില് ഗായത്രി ദേവിയുടെ രൂപം പതിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശാലിന് വേണ്ടി താരാട്ട് പാടുന്ന ഗായത്രി ദേവിയാ ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നിന്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ചേച്ചിയുടെ രൂപം പതിഞ്ഞുന്നോ? വിശാലിനൊരു ട്രാപ്പിലാക്കി പാർവതി ഒഴിവാക്കാൻ ഞാനൊരു പ്ലാൻ ഒരുക്കിയായിരുന്നു. നീ പറയുന്നത് സത്യമാണോ ജാസ്മിൻ? സത്യമാണ് ആന്റി. ആ വീഡിയോയിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഞാൻ കണ്ടതാ. എന്നിട്ട് വീഡിയോ എവിടെ? അത് ഞാനൊന്ന് കാണട്ടെ. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആന്റി, ആ ഫോൺ നശിച്ചുപോയി. ജാസ്മിൻ, നീ വെറുതെ എന്നെ കൊരങ്ങളിപ്പിക്കല്ലേ. ഫോൺ നശിച്ചു പോയെന്നോ? ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുക. അയ്യോ അല്ല ആന്റി, ഞാൻ ആന്റിയെ പറ്റിക്കുന്നതല്ല. ശരിക്കും ആ ഫോൺ കേടായതാ. അതിങ്ങനെ പെട്ടെന്ന് കേടായി? ഓ, ഇനി അതും ഗായത്രി ചേച്ചിയുടെ ആത്മാവിന്റെ കളിവല്ലോ ആണോ? എന്താന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഗായത്രി ദേവിയുടെ ആത്മാവിന്റെ ശക്തി കാരണം ആ ഫോൺ നശിച്ചതാവാം. ഓ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട്. ഫോൺ എങ്ങനെ കേടായെന്ന് നീ ഒന്ന് കൃത്യമായിട്ട് പറ ജാസ്മിൻ. ആന്റി, ഗായത്രി അമ്മയുടെ ആത്മാവ് വീഡിയോയിൽ പതിഞ്ഞ വിവരം പറയാനായി ഞാൻ പ്രഭാവതി ആന്റിയെ കാണാൻ അങ്ങോട്ട് ചെല്ലായിരുന്നു. എന്താ ജാസ്മിൻ ഇത്? ശ്രദ്ധിച്ചു വരണ്ടേ? അങ്ങനെയാ ആ മൊബൈൽ ചീത്തയായത്. അല്ലായിരുന്നെങ്കിൽ ആന്റിക്ക് ആ വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നേനെ. പിന്നെ ഗായത്രി ചേച്ചിയുടെ ആത്മാവേ മൊബൈൽ ക്യാമറയിൽ പതിയാൻ പോവല്ലേ? ആന്റി, ഇതെല്ലാം പാർവതിയുടെ സൃഷ്ടി മാത്രമാണ്. 16 വർഷം മുമ്പ് മരിച്ച ഗായത്രി ചേച്ചി ഇപ്പൊ വീണ്ടും വരാൻ പോവല്ലേ? ഓരോരോ കെട്ടുകഥകള്. അയ്യ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.